1.5 ഏക്കറിൽ വിളഞ്ഞെടുക്കുന്ന ഇബ്രാഹിമിന്റെ തോട്ടമാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ കർഷകരെ നമ്മളെപ്പോഴും നാട്ടുകാർ പ്രോത്സാഹിപ്പിക്കണം. നാട്ടുകാർ നമ്മൾ കേരളക്കാർ മൊത്തം, മലയാളികൾ മൊത്തം, നമ്മൾ ഏത് പിന്നെ ജില്ലയിലായാലും ശരി അവിടെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പ്രോത്സാഹിപ്പിക്കണം. എന്നാലേ മറ്റുള്ള നാട്ടിൽ നിന്ന് വിഷവസ്തുക്കൾ നമ്മളെ കുട്ടികൾക്കും നമ്മളും കഴിക്കാതിരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചാലല്ലേ ഇത് ഈ വിജയത്തിലേക്ക് വരുള്ളൂ. നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിമിന്റെ തണ്ണിമത്തൻ കൃഷിയിടത്തിലുള്ളത്. ഇബ്രാഹിം എപ്പോഴാണ് വിളവെടുപ്പ്? ഇന്ന് 3 മണിക്ക്, അതായത് ഫെബ്രുവരി 22 3 മണിക്ക് ഉദ്ഘാടനമാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഏതാ വെറൈറ്റി നമുക്ക് നോക്കല്ലേ. ഇബ്രാഹിം നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ. ഓരോ പൊട്ടിച്ച് നോക്കിയല്ല, നമ്മൾ ഓരോ ഐറ്റം ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതേത് വെറൈറ്റി? ഇത് സാധാ, ഇത് 55 ദിവസം 55 ദിവസം പ്രായമായിട്ടുള്ളതാണിത്. മൂത്തത് മാത്രമേ ഇറക്കുന്നുള്ളൂ. നല്ല മഴ ചെയ്ത കാരണം കുറച്ച് ആ സൈഡിലൊക്കെ ഇനി ഇറക്കാനൊക്കെ. അപ്പൊ നമ്മളൊരു 60 ദിവസം ആവണല്ലേ? 60 ദിവസം ആവണം. അപ്പൊ വലുത് മാത്രം ഇറത്ത് ഇങ്ങനെ ഇതാണ്. ഈ 2 ദിവസം ഇരുന്ന ചുവപ്പും കൂടും മധുരം കൂടും അല്ലേ? ഈ കാണുന്ന ഏരിയയിലൊക്കെ യെല്ലോ കളർ ഉള്ളത്. ഇത് അകത്ത് യെല്ലോ പുറത്ത് യെല്ലോ ആണോ? അകത്ത് റെഡ് വരുന്നല്ലേ? സൂപ്പർ, നല്ല റെഡ് കളർ കേട്ടോ. പുറത്താണെങ്കിലാ നല്ല യെല്ലോ. ചേട്ടാ ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറാട്ടാ, ഒരടല്ലേ? നല്ല മധുര. ആരോഹി വെറൈറ്റി തണ്ണിമത്തൻ. വാവ്. ഇബ്രാഹിം വിളവെടുപ്പിന്റെ തിരക്കിലാണ്. ഫെബ്രുവരി 22 അതായത് ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ഉദ്ഘാടനം ഉള്ളത്. റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് വിപണനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ വരുന്നവരൊക്കെ ഇങ്ങനെ വാങ്ങി പോകുന്നുണ്ട്. ഏഴോളം വെറൈറ്റികൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. പാറമന്ന് മർക്കസ് റോഡ് സൈഡിൽ വന്ന റോഡ് സൈഡിൽ തന്നെയാണ്. യുവ കർഷകനാണ്. നല്ല പ്രോത്സാഹനം ഇപ്പൊ തന്നെ കൊടുക്കുകയാണ് എല്ലാവരും. ഒരുപാട് വെറൈറ്റികൾ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മളെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വെറൈറ്റികൾ കാണിച്ചു തന്നത് ഇബ്രാഹിമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് നമുക്കൊരു വിശ്വാസം പോരാ. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിങ്ങനെ പിന്നെ കട്ട് ചെയ്ത് ഇത് പെട്ടെന്ന് കിട്ടുമ്പോൾ അതൊരു നാച്ചുറൽ ആയിട്ട് നമ്മൾ കണക്കാക്കണേ. മറ്റുള്ള സംസ്ഥാനത്ത് ഏത് രൂപത്തിലാണ് വരുന്നത്, ഏത് കെമിക്കലാണ് അവർ കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോമ്പായതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കുമ്പോൾ എന്തായാലും ഇവിടുത്തെ വിഭവങ്ങൾ എല്ലാവരും തിന്മേശയിലുണ്ടാവും. ടോട്ടലി എത്ര വെറൈറ്റി ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ? 7 വെറൈറ്റി ചെയ്തിട്ടുണ്ട്. എല്ലാതും വഹിക്കണപ്പോ എല്ലാതും ഈ പകുതി ഉണ്ടല്ലോ, പകുതി ആയിന്. ഇവിടെ പകുതി ഒരു 5 ദിവസം കൂടെ കഴിയണം. 5 ദിവസം കഴിയണം. എന്താ പെട്ടെന്ന് വെള്ളം എടുക്കാനുള്ള കാരണം? മഴ പെയ്തില്ലേ, ഓവർ നാശാവുന്നുള്ളൊരു ഭയം. അതുകൊണ്ട് ആയത് മാത്രം എടുക്കുന്നത്, ആയത് മാത്രം എടുത്തിട്ട് കൊടുക്കുക അല്ലേ? പിന്നെ കുറച്ച് ഇരിക്കണം. ഈ സാധാ തണ്ണിമത്തനൊക്കെ 2 ദിവസം ഇരിക്കണം. അപ്പോൾ മധുരവും കളറൊക്കെ വരും. ബാക്കിയുള്ള വെറൈറ്റീസ് ഒന്നും കുഴപ്പമില്ല കേട്ടോ. എന്നെ കഴിച്ചവര് പറഞ്ഞു റെഡ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഒക്കെ നല്ല വെറൈറ്റി. സാധാ തണ്ണിമത്ത് 2 ദിവസം ഇരിക്കുക, നല്ല മധുരം ഉണ്ടാവും, നല്ല ചോപ്പ് ഉണ്ടാവും. കളർ ഒന്നുകൂടി ഇറങ്ങി കിട്ടും. നമ്മൾ ഫസ്റ്റ് പൊട്ടിച്ച് കുറച്ച് കളർ കുറവുണ്ട്. പക്ഷെ ചെറുതാണ്, വലുത് അവിടെ ഉണ്ട്. പിന്നെ ഓറ് പൊട്ടിച്ചിട്ടില്ല, ഒരു ടണ്ണേ പൊട്ടിച്ചിട്ടുള്ളൂ. ഇനി ഒരു 8 ടൺ 9 ടൺ അതിൽ കിടക്കുക. അപ്രതീക്ഷിതമായിട്ട് വേനൽ മഴ വന്നുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേരത്തെ തന്നെയുള്ള ഒരു വിളവെടുപ്പാണ്. എങ്കിലും നമ്മളിപ്പോ കണ്ടുകൊടുത്തോളം സാധനമൊക്കെ കുറെ കഴിക്കണമല്ലോ. അപ്പൊ താഴെ നമ്മൾ ഇബ്രാഹിമിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും തണ്ണിമത്തം വെറൈറ്റി തണ്ണിമത്തനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി. ഈ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് ഇബ്രാഹിം? ലൊക്കേഷൻ തെക്കേകുളമ്പ്, അതനാട് പാറമന്ന് മർക്കസ് റോഡ്. പിന്നെ ഓറഞ്ച് ആവുന്നുള്ളൂ കേട്ടോ. ഓറഞ്ച് നേരിയ കളർ വരുന്നുള്ളൂ. ഓറഞ്ച് ഒരു 25-ാം തീയതി ശേഷം ഓറഞ്ച് പൊട്ടിച്ചു. ഫെബ്രുവരി 22 മുതൽ ഹാർവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വിളവെടുപ്പ് കാര്യങ്ങളുണ്ടായിരിക്കും. തണ്ണിമത്തം വേണമെന്നുള്ളവർക്ക് താഴെ കാണാൻ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി.